ഒരിക്കൽ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ മുന്നിൽ ഒരാൾ നിൽക്കുന്നു. അയാൾ നിങ്ങളെക്കാൾ ശക്തനാണ്. അയാൾക്ക് പണമുണ്ട്, സ്വാധീനമുണ്ട്, ആളുകളുണ്ട്. മാത്രമല്ല, അയാൾ നിങ്ങളെ നശിപ്പിക്കാൻ ഉറപ്പിച്ചു നിൽക്കുകയാണ്. നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ രാത്രിയിൽ സീലിംഗിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് ചിന്തിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിനോട് എങ്ങനെ പോരാടും? നേരം പുലരുമ്പോൾ ആ വ്യക്തി കൂടുതൽ ശക്തനാണെന്ന് തോന്നുന്നു. നിങ്ങൾ കൂടുതൽ ദുർബലനായും. നിൽക്കൂ, ഒരു നിമിഷം നിൽക്കൂ. കാരണം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾ ഒരുപക്ഷെ എവിടെയും കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ പറഞ്ഞ കാര്യം. ഒരു മുഴുവൻ സാമ്രാജ്യത്തെയും, ശക്തവും അഹങ്കാരിയും ക്രൂരവുമായ ഒരു സാമ്രാജ്യത്തെ തന്റെ ബുദ്ധികൊണ്ട് മാത്രം മണ്ണോട് സമമാക്കിയ ഒരു മനുഷ്യൻ. വാളെടുക്കാതെ, സൈന്യമില്ലാതെ, കേവലം തന്റെ തലച്ചോറുകൊണ്ട്. ആ മനുഷ്യന്റെ പേരായിരുന്നു ചാണക്യൻ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചാണക്യൻ എഴുതിയ ആ 3 തന്ത്രങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. അന്ന് എത്രത്തോളം മൂർച്ചയുണ്ടായിരുന്നോ അത്രത്തോളം മൂർച്ച ഇന്നും ആ തന്ത്രങ്ങൾക്കുണ്ട്. ഈ തന്ത്രങ്ങൾ നിങ്ങൾ പഠിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുവും നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തും. അയാൾ കരയും, അയാൾ കെഞ്ചും. നിങ്ങൾ വെറുമൊരു പുഞ്ചിരിയോടെ അത് നോക്കി നിൽക്കും. എന്നാൽ അതിനു മുമ്പൊരു ചോദ്യം. ശത്രു എപ്പോഴും മുന്നിൽ നിന്ന് പോരാടുന്നവനല്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ പുറകിൽ കത്തികുത്തുന്നവനാണ്. നിങ്ങളുടെ മുന്നിൽ സുഹൃത്തായി അഭിനയിക്കുകയും നിങ്ങളുടെ തകർച്ചയ്ക്കായി പിന്നിൽ പദ്ധതികൾ മെനയുകയും ചെയ്യുന്നവൻ. അത്തരം ശത്രുക്കളോട് പോരാടാൻ വാളല്ല വേണ്ടത്. ബുദ്ധിയാണ്, തന്ത്രമാണ്, ഏറ്റവും പ്രധാനമായി ക്ഷമയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ഈ യാത്രയിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ചാണക്യന്റെ ആ 3 തന്ത്രങ്ങൾ നാം മനസ്സിലാക്കും. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും മാറും എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എന്തോ ഒന്ന് ഉണരും. ഉറങ്ങിക്കിടന്നിരുന്ന ഒന്ന് ഉണർന്നെഴുന്നേൽക്കും. എന്നാൽ നിൽക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾക്കായി വീഡിയോ ഉണ്ടാക്കാൻ ഞങ്ങൾ ഇത്രയധികം കഷ്ടപ്പെടുന്നുണ്ട്. അതിനാൽ പകരമായി നിങ്ങൾക്ക് ഒരു ലൈക്കും മനോഹരമായ ഒരു കമന്റും ചെയ്യാമല്ലോ. വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുകയും ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ തന്ത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യത്തെ തന്ത്രം, ശത്രുവിന് നിങ്ങളുടെ ബലഹീനത ഒരിക്കലും കാണിച്ചു കൊടുക്കരുത് എന്നതാണ്. അവൻ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അത് എപ്പോഴും അവനെ കാണിക്കുക. ശത്രുവിന്റെ കണ്ണുകൾ എപ്പോഴും നിങ്ങളുടെ ബലഹീനതയാണ് തിരയുന്നത് എന്ന് ചാണക്യൻ പറയാറുണ്ടായിരുന്നു. നിങ്ങൾ ആ ബലഹീനത അവനെ കാണിച്ചാൽ അവൻ അവിടെ തന്നെ ആക്രമിക്കും. എന്നാൽ നിങ്ങൾ അവനൊരു വ്യാജ ബലഹീനതയാണ് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ അവൻ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും യഥാർത്ഥ ബലഹീനത ഒഴിവാക്കപ്പെടുകയും ചെയ്യും. ഇത് കേൾക്കാൻ വളരെ ലളിതമായി തോന്നാം. എന്നാൽ ഇതിന്റെ ആഴം മനസ്സിലാക്കുക. നാം വേദനിക്കുമ്പോൾ, നാം തകർന്നിരിക്കുമ്പോൾ ആ വേദന നമ്മുടെ മുഖത്ത് കാണാൻ തുടങ്ങുമെന്ന തെറ്റ് നാം പലപ്പോഴും ചെയ്യാറുണ്ട്. നമ്മുടെ കണ്ണുകൾ അത് വിളിച്ചു പറയും. നമ്മുടെ ശബ്ദത്തിൽ വിറയൽ വരും. നമ്മുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങും. നമ്മുടെ ശത്രുവായ വ്യക്തി ഇത് തന്നെയാണ് നോക്കുന്നത്. നിങ്ങൾ തകർന്നു പോകുന്ന ആ ഒരു നിമിഷത്തിനായി അവൻ കാത്തിരിക്കുന്നു. അത് കാണുമ്പോൾ തന്നെ അവൻ ഇരട്ടി ശക്തിയോടെ ആക്രമിക്കുന്നു. സിംഹം കാട്ടിലുറങ്ങുമ്പോൾ പോലും അതിന്റെ കണ്ണുകൾ പകുതി തുറന്നിരിക്കും എന്നർത്ഥം വരുന്ന വളരെ ആഴമുള്ള ഒരു കാര്യം ചാണക്യൻ പറഞ്ഞിരുന്നു. അത് അവന് പേടിയുള്ളതുകൊണ്ടല്ല, മറിച്ച് അവൻ ദുർബലനായ ഒരവസ്ഥയിലാണെന്ന് ആരും അറിയാൻ പാടില്ല എന്നവൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ഇതാണ് ആദ്യത്തെ തന്ത്രം. ശത്രു ശക്തനാകുമ്പോൾ, അവൻ നിങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ആദ്യം നിങ്ങളുടെ മുഖം ഒരു കല്ലുപോലെയാക്കുക. നിങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ടെന്ന് അവനെ കാണിക്കരുത്. അവന്റെ ആക്രമണങ്ങൾ ഏൽക്കുന്നുണ്ടെന്ന് അവനെ അറിയിക്കരുത്. മറിച്ച് അവൻ ആക്രമിക്കുമ്പോൾ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വരുത്തുക. ഈ പുഞ്ചിരി അവനെ ഉള്ളിൽ നിന്ന് തകർക്കും. എന്തിനാണ്? കാരണം തന്റെ ആക്രമണം പാഴായിപ്പോയി എന്ന് തോന്നുമ്പോഴാണ് ശത്രുവിന് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. താൻ എയ്ത അമ്പ് ലക്ഷ്യത്തിൽ കൊണ്ടില്ല എന്നവന് തോന്നുമ്പോൾ അവൻ പരിഭ്രാന്തനാകുന്നു. അവൻ ചിന്തിക്കാൻ തുടങ്ങുന്നു, ഈ മനുഷ്യൻ എന്തുകൊണ്ട് ഭയപ്പെട്ടില്ല? ഇവനിൽ ഇത് ബാധിക്കാത്തത് എന്തുകൊണ്ട്? ഇവൻ എന്നെക്കാൾ കൂടുതലായി തയ്യാറെടുത്തിട്ടുണ്ടോ? ഈ പരിഭ്രാന്തി അവന്റെ ഏറ്റവും വലിയ ബലഹീനതയായി മാറുന്നു. ചരിത്രത്തിൽ വളരെ പ്രശസ്തമായ ഒരു സംഭവമുണ്ട്. നന്ദവംശത്തിലെ രാജാവ് ചാണക്യനെ അപമാനിച്ച് ദർബാറിൽ നിന്ന് പുറത്താക്കിയപ്പോൾ. ആ സമയത്ത് ചാണക്യന്റെ പക്കലൊന്നുമില്ലായിരുന്നു. സൈന്യമില്ല, പണമില്ല, അധികാരമില്ല. ഒരു ധോത്തിയും കമണ്ഡലുവും മാത്രം. എന്നാൽ ദർബാറിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം കരഞ്ഞില്ല, കെഞ്ചിയില്ല. അദ്ദേഹം തന്റെ കുടുംബം അഴിച്ചുമാറ്റി പറഞ്ഞു, ഈ വംശത്തെ നശിപ്പിക്കുന്നതുവരെ ഞാൻ ഈ കുടുംബം കെട്ടില്ല എന്ന്. ബലഹീനത കാണിക്കാതിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇത്. ആ സമയത്ത് അദ്ദേഹം തന്നെ ദുർബലനായിരുന്നു. പക്ഷേ അദ്ദേഹം ശത്രുവിന് തന്റെ ബലഹീനത കാണിച്ചില്ല. ഒരു യോദ്ധാവ് കാണിക്കുന്നത് അദ്ദേഹം കാണിച്ചു. നിശ്ചയദാർഢ്യം. തുടർന്ന് അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യനെ കണ്ടെത്തി. അവനെ വാർത്തെടുത്തു. ഒരു മുഴുവൻ സാമ്രാജ്യത്തെയും നശിപ്പിച്ച് അതിനു പകരം പുതിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു.
ഇതായിരുന്നു ആദ്യത്തെ തന്ത്രത്തിന്റെ കരുത്ത്. ഇനി ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കും എന്ന് മനസ്സിലാക്കുക. ഓഫീസിലെ ഏതെങ്കിലും സഹപ്രവർത്തകൻ നിങ്ങൾക്കെതിരെ ബോസിനോട് കുറ്റം പറയുന്നുണ്ടെങ്കിൽ പരിഭ്രാന്തരാകരുത്. നേരത്തെ ചെയ്തിരുന്നതുപോലെ തന്നെ ബോസിന്റെ മുന്നിൽ ജോലി ചെയ്യുക. ശാന്തരായിരിക്കുക. നിങ്ങളുടെ ജോലി സംസാരിക്കട്ടെ. നിങ്ങളുടെ ശത്രു അവന്റെ വാക്കുകൾ നിങ്ങളിൽ യാതൊരു സ്വാധീനവും ചെലുത്തിയിട്ടില്ലെന്ന് കാണുമ്പോൾ അവൻ ഉള്ളിൽ നിന്ന് തകരും. ഏതെങ്കിലും ബന്ധു നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരുടെ മുന്നിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എണ്ണിപ്പറയാതിരിക്കുക. മിണ്ടാതിരിക്കുക, പുഞ്ചിരിക്കുക, ജോലി തുടരുക. അവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ തകർന്നിട്ടില്ലെന്ന് കാണുമ്പോൾ അവരുടെ പക്കൽ മറ്റ് ആയുധങ്ങളൊന്നും ബാക്കിയുണ്ടാകില്ല. ഇതാണ് ആദ്യത്തെ തന്ത്രം. ഇത് കേൾക്കാൻ എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടാണ്. കാരണം വേദനിക്കുമ്പോൾ കരയാനും നിലവിളിക്കാനും എല്ലാവരോടും പറയാനും തോന്നും. എന്നാൽ ചാണക്യൻ പറയുന്നു, നിൽക്കൂ, ക്ഷമിക്കുക. നിങ്ങളുടെ വേദനയെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റുക. ഇനി രണ്ടാമത്തെ തന്ത്രത്തിലേക്ക് വരാം. രണ്ടാമത്തെ തന്ത്രം ശത്രുവിന്റെ ശത്രുവിനെ നിങ്ങളുടെ മിത്രമാക്കുക എന്നതാണ്. ചാണക്യനീതിയിലെ ഏറ്റവും ആഴമേറിയതും ശക്തവുമായ തന്ത്രങ്ങളിലൊന്നാണിത്. നിങ്ങളുടെ ശത്രുവിന്റെ ശത്രു നിങ്ങളുടെ സ്വാഭാവിക സുഹൃത്താണെന്ന് ചാണക്യൻ പറഞ്ഞിരുന്നു. അവന്റെ ശക്തി ഉപയോഗിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ അവനെക്കൊണ്ട് ചെയ്യിപ്പിക്കുക. നിങ്ങൾ തിരശീലയ്ക്ക് പിന്നിൽ നിൽക്കുക. ഇത് രാഷ്ട്രീയത്തിലെ ഏറ്റവും പഴയതും ഫലപ്രദവുമായ തത്വമാണ്. ഇത് രാജാക്കന്മാർക്ക് മാത്രമുള്ളതല്ല, സാധാരണക്കാരന്റെ ജീവിതത്തിനും ഇത് അത്ര തന്നെ സത്യമാണ്. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് വളരെ ശക്തനായ ഒരു ശത്രുവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അവനോട് പോരാടാൻ കഴിയുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? മിക്ക ആളുകളും എന്തു ചെയ്യുന്നു? ഒന്നുകിൽ അവർ നേരിട്ട് പോരാടി തോൽക്കും, അല്ലെങ്കിൽ പേടിച്ച് മിണ്ടാതിരിക്കുകയും ശത്രു കൂടുതൽ ശക്തനാകുകയും ചെയ്യും. എന്നാൽ ചാണക്യൻ എന്താണ് ചെയ്തത്? ആ ശത്രുവിന്റെ ചുറ്റും നോക്കി അദ്ദേഹം അന്വേഷിക്കും. ആരാണ് ഈ ശത്രു കാരണം ബുദ്ധിമുട്ടുന്നത്? ആരാണ് ഈ ശത്രു കാരണം നാശനഷ്ടങ്ങൾ അനുഭവിച്ചത്? ഈ ശത്രുവിനെ വീഴ്ത്താൻ ആരാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ അദ്ദേഹം നിശബ്ദമായി അവരുമായി കൈകോർക്കുമായിരുന്നു. വലിയ പ്രഖ്യാപനങ്ങളില്ല, ബഹളങ്ങളില്ല, വെറുമൊരു ശാന്തമായ കൂട്ടുകെട്ട് മാത്രം. എന്നിട്ട് ആ കൂട്ടുകെട്ടിന്റെ ശക്തി കൊണ്ട് അദ്ദേഹം ശത്രുവിനെ ഉള്ളിൽ നിന്ന് പൊള്ളയാക്കുമായിരുന്നു. ഇത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണമെടുക്കാം. നിങ്ങളുടെ അയൽപ്പക്കത്ത് എല്ലാവരെയും ശല്യപ്പെടുത്തുന്ന ഒരാളുണ്ടെന്ന് കരുതുക. അവൻ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അവന്റെ മുന്നിൽ പോകാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കാണോ? അവനെക്കൊണ്ട് ബുദ്ധിമുട്ടുന്ന വേറെയും ആളുകളുണ്ട്, അവനാൽ ഉപദ്രവിക്കപ്പെട്ടവർ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആ ആളുകളോട് ഓരോരുത്തരോടായി സംസാരിക്കുക. അവരുടെ വേദന മനസ്സിലാക്കുക. അവരോട് പറയുക, നമ്മൾ ഒന്നിച്ചാണെന്ന്. എല്ലാവരും ഒന്നിച്ചാൽ ആ ശക്തനായ ഒറ്റപ്പെട്ട മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതായിരുന്നു ചാണക്യന്റെ തത്വം. എന്നാൽ ഈ തന്ത്രത്തിനൊപ്പം ഒരു മുന്നറിയിപ്പുമുണ്ട്. ഈ മുന്നറിയിപ്പ് വളരെ പ്രധാനമാണ്. ശത്രുവിന്റെ ശത്രുവിനെ സുഹൃത്താക്കുമ്പോൾ അവനെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് ചാണക്യൻ പറഞ്ഞിരുന്നു. അവന്റെ താൽപ്പര്യങ്ങളും നിങ്ങളുടെ താൽപ്പര്യങ്ങളും ഒന്നാണ്: ശത്രുവിനെ പരാജയപ്പെടുത്തുക എന്നത്. എന്നാൽ അതിനുശേഷം നിങ്ങളുടെ വഴികൾ വേർപിരിഞ്ഞേക്കാം. അതിനാൽ ഈ സൗഹൃദത്തിൽ ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ യഥാർത്ഥ രഹസ്യം അവനോടും വെളിപ്പെടുത്തരുത്. അത്യാവശ്യമുള്ളത് മാത്രം പങ്കിടുക. ഈ കാര്യം വളരെ പ്രധാനമാണ്. പലരും ശത്രുവിന്റെ ശത്രുവിനെ എത്രത്തോളം അടുപ്പിക്കുന്നുവെന്നാൽ പിന്നീട് അവൻ തന്നെ പുതിയ ശത്രുവായി മാറുന്നു. ചാണക്യനീതിയിൽ ഇതിനെ മിത്രശത്രു എന്ന് വിളിക്കുന്നു. ഇന്ന് മിത്രമാണ്, പക്ഷേ നാളെ ശത്രുവാകാം. അതിനാൽ ശത്രുവിന്റെ ശത്രുവിനെ ഒരു ആയുധമായി ഉപയോഗിക്കുക, പക്ഷെ നെഞ്ചോട് ചേർക്കരുത്. ഇനി ഇത് ഒന്നുകൂടി ആഴത്തിൽ പരിശോധിക്കാം. ചാണക്യന്റെ ഈ തന്ത്രം മനുഷ്യരെക്കുറിച്ച് മാത്രമായിരുന്നില്ല, ഇത് സാഹചര്യങ്ങളെക്കുറിച്ചും കൂടിയായിരുന്നു. നിങ്ങളുടെ ശത്രുവെള്ളത്തെ ഭയപ്പെടുന്നുവെങ്കിൽ വെള്ളവുമായി ചങ്ങാത്തം കൂടുക എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അവൻ ഇരുട്ടിനെ ഭയപ്പെടുന്നുവെങ്കിൽ ഇരുട്ടുപയോഗിക്കുക. അതിനർത്ഥം നിങ്ങളുടെ ശത്രുവിന്റെ ബലഹീനത തിരിച്ചറിയുക. അതേ ബലഹീനത നിങ്ങളുടെ ആയുധമാക്കുക എന്നതാണ്. നിങ്ങളുടെ ശത്രു വളരെ അഹങ്കാരിയാണെന്ന് കരുതുക. താനാണ് ഏറ്റവും ബുദ്ധിമാനെന്ന് അവൻ ചിന്തിക്കുന്നു. അപ്പോൾ എന്തു ചെയ്യും? അവനെ കൂടുതൽ അഹങ്കാരിയാക്കുക, അവനെ പുകഴ്ത്തുക. എന്നാൽ അവൻ കൂടുതൽ അശ്രദ്ധനാകുന്ന രീതിയിൽ. അവൻ അശ്രദ്ധനാകുമ്പോൾ അവന് തെറ്റുപറ്റും. അവൻ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സമയം വരും. ഇത് ക്രൂരമായി തോന്നാം, എന്നാൽ നിങ്ങളെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ശത്രുവിനോട് ദയയുടെ ഭാഷയിൽ സംസാരിക്കരുതെന്ന് ചാണക്യൻ പറയാറുണ്ടായിരുന്നു. ബുദ്ധിയുടെ ഭാഷ സംസാരിക്കുക, ഇതാണ് സത്യം. എന്നാൽ നിൽക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾക്കായി വീഡിയോ ഉണ്ടാക്കാൻ ഞങ്ങൾ ഇത്രയധികം കഷ്ടപ്പെടുന്നുണ്ട്. അതിനാൽ പകരമായി നിങ്ങൾക്ക് ഒരു ലൈക്കും മനോഹരമായ ഒരു കമന്റും ചെയ്യാമല്ലോ. വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുകയും ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആരെങ്കിലും നിങ്ങളെ മനഃപൂർവ്വം ഉപദ്രവിക്കുകയാണെങ്കിൽ അവരോട് നിഷ്കളങ്കമായി പെരുമാറുന്നത് വിഡ്ഢിത്തമാണ്. അവരോട് തന്ത്രപരമായി പെരുമാറുക. ഇനി മൂന്നാമത്തെയും ഏറ്റവും ശക്തവുമായ തന്ത്രത്തിലേക്ക് വരാം.
മൂന്നാമത്തെ തന്ത്രം സമയത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാക്കുക എന്നതാണ്. ഏറ്റവും കുറഞ്ഞ ആളുകൾ മാത്രം മനസ്സിലാക്കുന്ന തന്ത്രമാണിത്. അതുകൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ ആളുകൾക്ക് മാത്രം ജയിക്കാൻ കഴിയുന്നത്. തിടുക്കത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അപൂർണമായിരിക്കുമെന്ന് ചാണക്യൻ പറഞ്ഞിരുന്നു. എന്നാൽ ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്ന മനുഷ്യൻ അവൻ ഒരിക്കലും പരാജയപ്പെടില്ല. ചിന്തിച്ചു നോക്കൂ, ആരെങ്കിലും നിങ്ങളെ ആക്രമിക്കുമ്പോൾ ആദ്യം എന്താണ് ചെയ്യാൻ തോന്നുക? പ്രതികാരം ചെയ്യാൻ. ഉടൻ തന്നെ, ആ നിമിഷം തന്നെ. അതുതന്നെയാണ് ഏറ്റവും വലിയ തെറ്റും. നിങ്ങൾ ദേഷ്യത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ശത്രു മുതലെടുക്കുന്ന തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പലതും പറയുന്നു. പിന്നീട് പശ്ചാത്തപിക്കാൻ നിങ്ങളെ നിർബന്ധിതരാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. ചാണക്യൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിന്റെ അർത്ഥമിതാണ്: കോപത്തിലെടുക്കുന്ന തീരുമാനം ശത്രുവിനെയല്ല, നിങ്ങളെത്തന്നെ കൊള്ളുന്ന അമ്പാണ്. ഇത് എത്രമാത്രം സത്യമാണ്! ഇപ്പോൾ ചിന്തിക്കുക. ശത്രു ശക്തനായിരിക്കുമ്പോൾ, അവൻ നിങ്ങളെ ആക്രമിക്കുമ്പോൾ ശരിയായ തന്ത്രം എന്താണ്? പിന്മാറുക. എന്നാൽ ശ്രദ്ധിക്കുക, ഇതൊരു ഭയമല്ല, ഇതൊരു തന്ത്രമാണ്. പിന്മാറുക, ശാന്തരാകുക, നിങ്ങളുടെ ശക്തി സംഭരിക്കുക. ശത്രു ദുർബലനാകുന്ന ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുക. ആ നിമിഷം വരും, എപ്പോഴും വരും. കാരണം ഒരു മനുഷ്യനും എപ്പോഴും ശക്തനായിരിക്കില്ല. ഓരോ മനുഷ്യനിലും ബലഹീനതയുണ്ട്. എല്ലാ മനുഷ്യനിലും എന്തെങ്കിലും ഒരു വിടവുണ്ടാകും. ക്ഷമയോടെ കാത്തിരിക്കുന്നവൻ ആ വിടവ് കണ്ടെത്തുകയും പിന്നീട് ഒറ്റ അടിയിലെല്ലാം മാറ്റിയെഴുതുകയും ചെയ്യുന്നു. ചാണക്യൻ തന്നെ ഇതുതന്നെയാണ് ചെയ്തത്. നന്ദവംശത്തിലെ രാജാവ് അദ്ദേഹത്തെ അപമാനിച്ചു. ചാണക്യൻ ഉടൻ യുദ്ധം ചെയ്തില്ല. അദ്ദേഹം പിന്മാറി. എന്നാൽ പോകുന്നതിനു മുമ്പ് അദ്ദേഹം ഒരു പ്രതിജ്ഞയെടുത്തു. തുടർന്ന് അദ്ദേഹം വർഷങ്ങളോളം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ചന്ദ്രഗുപ്തൻ എന്ന ചെറിയ കുട്ടിയെ രാജാവാക്കി മാറ്റിക്കൊണ്ടിരുന്നു. സൈന്യത്തെ നിർമ്മിച്ചു, തന്ത്രങ്ങൾ മെനഞ്ഞു. സമയം വന്നപ്പോൾ ഒറ്റയടിക്ക് മുഴുവൻ നന്ദ സാമ്രാജ്യത്തെയും മണ്ണോട് സമമാക്കി. സമയത്തെ ആയുധമാക്കുന്നതിന്റെ ഉദാഹരണമായിരുന്നു ഇത്. ഇനി ഇത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം. സമയത്തെ ആയുധമാക്കുക എന്നതിനർത്ഥം വെറുതെ കാത്തിരിക്കുക എന്നല്ല. ഭീരുക്കളും കാത്തിരിക്കും. കാത്തിരിപ്പിനിടയിൽ നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതാണ് യഥാർത്ഥ കാര്യം. ശാന്തമായ വെള്ളത്തിന് ആഴമുണ്ടെന്നും ആഴത്തിലുള്ള വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളതെന്നും ചാണക്യൻ പറയാറുണ്ടായിരുന്നു. ശത്രു നിങ്ങളെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വെറുതെ ഇരുന്ന് കരയുകയാണോ, അതോ നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണോ? ശത്രു നിങ്ങളുടെ ജോലി തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയം പുതിയൊരു കഴിവ് പഠിക്കാനും പുതിയൊരു വഴി വെട്ടിത്തുറക്കാനും ഉപയോഗിക്കുക. ശത്രു നിങ്ങളുടെ ബന്ധം തകർത്തിട്ടുണ്ടെങ്കിൽ ആ സമയം നിങ്ങളെത്തന്നെ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുക. അവൻ നിങ്ങളെ കാണുമ്പോൾ അവന് പശ്ചാത്താപം തോന്നത്തക്ക വിധം അത്രത്തോളം മികച്ചവനാകുക. ശത്രു നിങ്ങളുടെ മാനം കെടുത്തിയിട്ടുണ്ടെങ്കിൽ അവന്റെ വാക്കുകൾ താനേ കള്ളമായി മാറാൻ തക്കവണ്ണം അത്രത്തോളം വലിയവനാകാൻ ആ സമയം ഉപയോഗിക്കുക. ഇതാണ് സമയത്തെ ആയുധമാക്കുക എന്നത്. ഇവിടെ ചാണക്യൻ പറഞ്ഞ വളരെ ആഴമുള്ള മറ്റൊരു കാര്യവുമുണ്ട്. ശത്രുവിന്റെ ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ അക്ഷമയാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ക്ഷമിക്കാൻ പഠിച്ച ദിവസം നിങ്ങൾ അവന്റെ ഏറ്റവും വലിയ ആയുധം അവനിൽ നിന്ന് തട്ടിയെടുത്തു. ചിന്തിച്ചു നോക്കൂ, ശത്രു നിങ്ങളെ ആക്രമിക്കുമ്പോൾ അവൻ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഉടൻ പ്രതികരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ദേഷ്യം വരണം. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യണം. ആ തെറ്റ് അവൻ മുതലെടുക്കും. എന്നാൽ നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ, നിങ്ങൾ യാതൊരു പ്രതികരണവും നൽകാതിരിക്കുമ്പോൾ ശത്രുവിന്റെ കളി നശിക്കുന്നു. അവൻ പരിഭ്രാന്തനാകാൻ തുടങ്ങുന്നു. അവൻ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നു. എത്രത്തോളം ആക്രമിക്കുന്നുവോ അത്രത്തോളം അവൻ സ്വന്തം ഊർജം നശിപ്പിക്കുന്നു. ഒരു ദിവസം അവൻ തളരുമ്പോൾ, അവന്റെ പക്കൽ ആയുധങ്ങളൊന്നും അവശേഷിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ഒരു പടി മുന്നോട്ടു വരുന്നു. ശാന്തനായി, സ്ഥിരതയോടെ, ശക്തനായി. താൻ ആരോടാണ് പ്രശ്നത്തിനു പോയതെന്ന് അപ്പോൾ അവന് മനസ്സിലാകും. ഇനി ഈ 3 തന്ത്രങ്ങളും ഒരുമിച്ച് നോക്കാം. ആദ്യത്തെ തന്ത്രം: നിങ്ങളുടെ ബലഹീനത കാണിക്കരുത്. ശത്രു എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതവനെ കാണിക്കുക. നിങ്ങളുടെ വേദനയെ ശക്തിയാക്കി മാറ്റുക. രണ്ടാമത്തെ തന്ത്രം: ശത്രുവിനെ നിങ്ങളുടെ മിത്രമാക്കുക. ഒറ്റയ്ക്ക് പോരാടരുത്. ശരിയായ ആളുകളെ കൂടെ കൂട്ടുക. ശത്രുവിന്റെ ബലഹീനതയെ നിങ്ങളുടെ ആയുധമാക്കുക. മൂന്നാമത്തെ തന്ത്രം: സമയത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാക്കുക. തിടുക്കം കൂട്ടരുത്. ക്ഷമിക്കുക. കാത്തിരിപ്പിനിടയിൽ നിങ്ങളെത്തന്നെ എത്രത്തോളം ശക്തരാക്കുകയെന്നാൽ സമയം വരുമ്പോൾ ഒറ്റയടി തന്നെ മതിയാകും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ചിലരിവിടെ ചോദിക്കും, ഇതെല്ലാം ശരിയാണ്, പക്ഷേ ഇത് ധാർമ്മികമാണോ എന്ന്. ശത്രുവിനോട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഇതൊരു നല്ല ചോദ്യമാണ്. നീതിയുടെ വഴിയിൽ നടക്കുന്നവനാണ് ധാർമ്മികത എന്നായിരുന്നു ചാണക്യന്റെ മറുപടി. അതിക്രമം കാണിക്കുന്ന മനുഷ്യനോട് അതിക്രമത്തിന്റെ ഭാഷയിൽ തന്നെ മറുപടി പറയേണ്ടിവരും. ഇല്ലെങ്കിൽ അതിക്രമം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇത് സത്യമാണ്. ആരെങ്കിലും നിങ്ങളെ ഒരു കാരണവുമില്ലാതെ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങളെത്തന്നെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ആരെങ്കിലും നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവനെ തടയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇതിനായി നിങ്ങൾക്ക് ബുദ്ധിയും തന്ത്രവും ഉപയോഗിക്കേണ്ടി വന്നാൽ അതിൽ ഒരു തെറ്റുമില്ല.
നിങ്ങൾ ഒരു കാരണവുമില്ലാതെ ആരെയെങ്കിലും ഉപദ്രവിക്കുമ്പോഴാണ് അത് തിന്മയാകുന്നത്. എന്നാൽ ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങൾ മിണ്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് ബലഹീനതയാണ്, ധാർമ്മികതയല്ല. ശക്തനായവന്റെ ഗുണമാണ് ക്ഷമയെന്ന് ചാണക്യൻ പറഞ്ഞിരുന്നു. ദുർബലന്റെ ക്ഷമയെ ലോകം ക്ഷമയല്ല, ഭയമായാണ് കാണുന്നത്. അതിനാൽ ആദ്യം ശക്തനാകുക, എന്നിട്ട് വേണമെങ്കിൽ ക്ഷമിക്കുക. ഇനി അവസാനത്തേതും വളരെ ആഴമുള്ളതുമായ ഒരു കാര്യം. ചാണക്യൻ തന്റെ നീതിയിൽ ഒരു കാര്യം ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ഏറ്റവും വലിയ ശത്രു പുറത്തുള്ളവനല്ല, ഏറ്റവും വലിയ ശത്രു ഉള്ളിലുള്ളവനാണ്. അതായത് നമ്മുടെ സ്വന്തം ഭയം, നമ്മുടെ അക്ഷമ, നമ്മുടെ അഹങ്കാരം, നമ്മുടെ അശ്രദ്ധ. ഇത് എത്രമാത്രം സത്യമാണ്! എത്രയോ തവണ ശത്രു നമ്മെ തകർത്തിട്ടില്ല, നാം തന്നെ തകർന്നുപോയിട്ടുണ്ട്. എത്രയോ തവണ നാം തന്നെ നമ്മുടെ ഭയത്തെ നമ്മുടെ ശത്രുവാക്കിയിട്ടുണ്ട്. പോരാട്ടം ഇതുവരെ അവസാനിച്ചിട്ടില്ലായിരുന്നിട്ടും നാം പരാജയപ്പെട്ടുവെന്ന് നാം തന്നെ എത്ര തവണ അംഗീകരിച്ചിട്ടുണ്ട്. അതിനാൽ ഈ 3 തന്ത്രങ്ങൾ പഠിക്കുന്നതിനു മുമ്പ് ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലെ ശത്രുവിനെ തിരിച്ചറിയുക. നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന ആ ഭയത്തെ തിരിച്ചറിയുക. നിങ്ങളെക്കൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുപ്പിക്കുന്ന ആ അക്ഷമയെ തിരിച്ചറിയുക. പുറത്തുള്ള ശത്രുവിനേക്കാൾ അപകടകരമായ ആ ബലഹീനതയെ തിരിച്ചറിയുക. നിങ്ങൾ അതിനെ തിരിച്ചറിയുമ്പോൾ ചാണക്യന്റെ 3 തന്ത്രങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ ശത്രു എത്ര ശക്തനായാലും അവന് നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇനിയൊരു യഥാർത്ഥ ജീവിത ഉദാഹരണമെടുക്കാം. നിങ്ങളെ ഒരുപക്ഷെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കഥ. ചെറിയൊരു പട്ടണത്തിൽ നിന്ന് വന്ന വലിയ സ്വാധീനമൊന്നുമില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. കഠിനാധ്വാനത്തോടെ അവനൊരു ചെറിയ ജോലി ആരംഭിച്ചു. അവൻ അല്പം മുന്നോട്ടു പോയപ്പോൾ അവന്റെ ചുറ്റുമുള്ള ചില ആളുകൾക്ക് അവനോട് അസൂയ തോന്നിത്തുടങ്ങി. അവർ അവനെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചു. അവന്റെ സൽപ്പേര് നശിപ്പിക്കാൻ ശ്രമിച്ചു. അവന്റെ ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാം കഴിഞ്ഞുവെന്ന് അവന് തോന്നിയ ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ ഒരു കാര്യം ചെയ്തു. ആ സമയത്ത് അവനൊന്നും ചെയ്തില്ല, വെറുതെ മിണ്ടാതിരുന്നു. അവന്റെ ബലഹീനത അവൻ കാണിച്ചില്ല. പിന്നീട് അവൻ അന്വേഷിക്കുകയും ഇതേ അസൂയക്കാർ കാരണം ബുദ്ധിമുട്ടുന്ന മറ്റൊരാളെ കണ്ടെത്തുകയും ചെയ്തു. അവർ രണ്ടുപേരും ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ശത്രുവിന്റെ ശത്രുവിനെ അവൻ മിത്രമാക്കി. എന്നിട്ട് അവൻ സമയം നൽകി. 1 വർഷം, 2 വർഷം, 3 വർഷം. അവൻ സ്വയം കൂടുതൽ ശക്തനായി. പുതിയ വഴികൾ കണ്ടെത്തി, പുതിയ ആളുകളുമായി ബന്ധപ്പെട്ടു. ഇന്ന് അവനെ നശിപ്പിക്കാൻ ശ്രമിച്ച ആളുകൾ തന്നെ നശിച്ചുപോയി. ആ വ്യക്തി എത്രത്തോളം മുന്നോട്ടു പോയി എന്നാൽ ഇപ്പോൾ അവൻ അവരെ ഓർക്കുന്നുപോലുമില്ല. ഇതാണ് ചാണക്യന്റെ 3 തന്ത്രങ്ങളുടെ ശക്തി. ഇതൊരു സാങ്കല്പിക കഥ മാത്രമല്ല, ഈ തത്വങ്ങൾ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും കഥയാണിത്. അപ്പോൾ ഇനി ചോദ്യമിതാണ്, നിങ്ങൾ എന്തു ചെയ്യും? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഉപദ്രവിക്കുന്ന ആരെങ്കിലുമുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണോ? അവൻ വളരെ ശക്തനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ ഇന്നു മുതൽ അങ്ങനെ ചിന്തിക്കുന്നത് നിർത്തുക. കാരണം ശക്തി എപ്പോഴും ശരീരത്തിലല്ല എന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചാണക്യൻ തെളിയിച്ചിട്ടുണ്ട്. ശക്തി തലച്ചോറിലാണ്, ശക്തി തന്ത്രത്തിലാണ്, ശക്തി ക്ഷമയിലാണ്. ഈ 3 കാര്യങ്ങളും, ബുദ്ധിയും തന്ത്രവും ക്ഷമയും ഏതൊരു മനുഷ്യന്റെ പക്കലും ഉണ്ടാകാം, നിങ്ങളുടെ പക്കലും. അതിനാൽ എഴുന്നേൽക്കുക. നിങ്ങളുടെ ബലഹീനത മറച്ചുവെക്കുക. നിങ്ങളുടെ ശത്രുവിനെ തിരിച്ചറിയുക. സമയത്തെ നിങ്ങളുടെ ആയുധമാക്കുക. ഇന്ന് നിങ്ങളെ ദുർബലനായി കാണുന്ന ആ വ്യക്തി ഒരുനാൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കും, തകർന്നവനായി, പരാജിതനായി. ഒരുപക്ഷെ കെഞ്ചിക്കൊണ്ട്. അന്ന് നിങ്ങൾ എന്തു ചെയ്യും എന്നത് നിങ്ങളുടെ തീരുമാനമാണ്. എന്നാൽ ആ ദിവസം വരെ ചാണക്യനെപ്പോലെ ബുദ്ധിയോടെ, ക്ഷമയോടെ, പൂർണ്ണ നിശ്ചയദാർഢ്യത്തോടെ പോരാടുക. സ്വന്തം ലക്ഷ്യം മറക്കാത്തവനെ ലോകത്തിലെ ഒരു ശക്തിക്കും തടയാനാകില്ലെന്ന് ചാണക്യൻ ഒരിക്കൽ കൂടി പറഞ്ഞിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ ലക്ഷ്യമോർക്കുക, നിങ്ങളുടെ വഴി മറക്കാതിരിക്കുക. എന്ത് തടസ്സങ്ങൾ വന്നാലും അവയെ ചവിട്ടുപടികളാക്കുക. കാരണം തടസ്സങ്ങളിൽ തളരാത്ത മനുഷ്യൻ ഒരുനാൾ ചരിത്രം കുറിക്കുന്നു. നിങ്ങൾക്കും അത് കുറിക്കാൻ കഴിയും. ചാണക്യന്റെ 3 തന്ത്രങ്ങൾ മാത്രം ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ, ഇത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണർത്തിയെങ്കിൽ, ഇന്നിത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരുമായി ഇത് പങ്കിടുക. കാരണം ചാണക്യന്റെ വാക്കുകൾ വെറുതെ വായിക്കാൻ മാത്രമുള്ളതല്ല, അത് ജീവിക്കാനുള്ളതാണ്. ചാണക്യന്റെ വാക്കുകൾ എപ്പോഴും മധുരമുള്ളതായിരുന്നില്ല, പക്ഷേ അത് സത്യമായിരുന്നു. മുന്നിൽ നിങ്ങളുടെ അഭ്യുദയകാംക്ഷിയാകുകയും പിന്നിൽ നിന്ന് നിങ്ങളുടെ വേരറുക്കുകയും ചെയ്യുന്നവനാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മനുഷ്യനെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനാൽ കണ്ണടച്ച് വിശ്വസിക്കുന്നത് വിഡ്ഢിത്തമാണ്. വിശ്വാസം സമ്പാദിക്കുക. എന്നാൽ നിങ്ങളുടെ കണ്ണുകൾ തുറന്നുവെക്കുക. പുഞ്ചിരിക്കുന്ന എല്ലാവരും സുഹൃത്തുക്കളല്ല, നിശബ്ദരായിരിക്കുന്ന എല്ലാവരും ശത്രുക്കളുമല്ല. മനുഷ്യന്റെ യഥാർത്ഥ ഐഡന്റിറ്റി അവന്റെ വാക്കുകളിലല്ല, അവന്റെ സ്വാർത്ഥതയിലാണെന്ന് അദ്ദേഹം വിശദീകരിച്ചിരുന്നു. നിങ്ങൾ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്നിടത്തോളം കാലം നിങ്ങൾ നല്ലവനാണ്. നിങ്ങളുടെ ഉപയോഗം അവസാനിക്കുന്ന ദിവസം നിങ്ങളുടെ പ്രാധാന്യവും അവസാനിക്കുന്നു. അതിനാൽ നിങ്ങളുടെ സ്വന്തം മൂല്യം സ്വയം തീരുമാനിക്കുക. മറ്റുള്ളവരുടെ കയ്യടികളിൽ ജീവിക്കരുത്. സ്വയം വില കുറക്കുന്നവനെ ലോകം സൗജന്യമായി ഉപയോഗിക്കുന്നു. അമിതമായ സത്യസന്ധതയും പലപ്പോഴും ദോഷം വരുത്തുമെന്ന് ചാണക്യൻ പറഞ്ഞിരുന്നു. നേരെ നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം വെട്ടപ്പെടുന്നത്. ഇതിനർത്ഥം സത്യസന്ധനല്ലാതിരിക്കുക എന്നല്ല,
മറിച്ച് വിവേകിയാകുക എന്നാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുന്നത് ബുദ്ധിയല്ല. നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളുടെ പക്കൽ തന്നെ സൂക്ഷിക്കുക. തന്റെ രഹസ്യങ്ങൾ എല്ലാവരോടും പറയുന്നവൻ സ്വന്തം ശക്തി തന്നെയാണ് കുറയ്ക്കുന്നത്. അപമാനത്തിന് ദേഷ്യം കൊണ്ടല്ല, സമയം കൊണ്ടാണ് ഉടൻ പ്രതികാരം ചെയ്യേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. സമയമാണ് ഏറ്റവും വലിയ ആയുധം. ക്ഷമയുള്ളവൻ ശരിയായ സമയത്ത് ആക്രമിക്കുന്നു. ശാന്തനായിരിക്കുന്നവനല്ല ദുർബലൻ. എല്ലാറ്റിലും തളർന്നുപോകുന്നവനാണ് ദുർബലൻ. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കുന്നതാണ് യഥാർത്ഥ ശക്തി. അലസതയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു. പ്രവർത്തിക്കുന്നവരെ മാത്രമേ ഭാഗ്യം അനുകൂലിക്കൂ. ഓരോ തോൽവിക്ക് ശേഷവും സ്വയം പിടിച്ചു നിൽക്കുന്നവനാണ് അവസാനം വിജയിയാകുന്നത്. പരാതിപ്പെടുന്നതുകൊണ്ട് ഒന്നും മാറില്ല, എന്നാൽ പരിശ്രമിച്ചാൽ എല്ലാം മാറ്റാൻ കഴിയും. പണം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കാരണം പണമില്ലാത്ത ബഹുമാനവും അപൂർണമാണ്. സമൂഹം പലപ്പോഴും സ്വഭാവമല്ല, അവസ്ഥയാണ് നോക്കുന്നത്. അതിനാൽ സാമ്പത്തികമായി ശക്തരാകുക, എന്നാൽ പണത്തിനായി നിങ്ങളുടെ തത്വങ്ങൾ വിൽക്കരുത്. പണം ഒരു ഉപാധിയാണ്, ലക്ഷ്യമല്ല. പണത്തെ ദൈവമാക്കുന്നവൻ അവസാനം ഒറ്റയ്ക്കായിപ്പോകുന്നു. ശത്രുവിനെ ഒരിക്കലും ദുർബലനായി കാണരുതെന്നും ചാണക്യൻ പഠിപ്പിച്ചിരുന്നു. ചെറിയ പാമ്പിനും വിഷമുണ്ട്. ശത്രുവിന്റെ ശക്തി മനസ്സിലാക്കുക. അവന്റെ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ് അവനേക്കാൾ മുൻപോട്ട് ചിന്തിക്കുക. യുദ്ധം മൈതാനത്ത് മാത്രമല്ല, മനസ്സിലും കൂടിയാണ് ജയിക്കുന്നത്. ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും ശാശ്വതമല്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ആളുകൾ സമയത്തിനനുസരിച്ച് മാറുന്നു. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളവൻ നാളെ നിങ്ങൾക്ക് എതിരുമാകാം. അതുകൊണ്ട് ആരെങ്കിലും വിട്ടുപോകുമ്പോൾ നിങ്ങൾ തകർന്നു പോകാത്ത വിധം നിങ്ങളെത്തന്നെ ശക്തരാക്കുക. പിന്തുണ നല്ലതാണ്, എന്നാൽ പിന്തുണയിൽ ജീവിക്കുന്നത് ബലഹീനതയാണ്. ബഹുമാനം ചോദിച്ചാൽ കിട്ടില്ല, അത് പിടിച്ചുവാങ്ങേണ്ടതാണെന്നതും ചാണക്യന്റെ കൈപ്പേറിയ ഒരു സത്യമായിരുന്നു. സ്വന്തം വില തിരിച്ചറിയാത്തവനെ ലോകവും ബഹുമാനിക്കില്ല. നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പെരുമാറ്റത്തിലും ദൃഢതയുണ്ടായിരിക്കുക. ആത്മവിശ്വാസമുള്ള ശബ്ദം മാത്രമാണ് ആളുകൾ കേൾക്കുന്നത്. വികാരങ്ങൾ നല്ലതാണെന്നും എന്നാൽ അമിതമായ വികാരങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ലാതാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഓരോ പ്രശ്നത്തെയും ഹൃദയം കൊണ്ട് മാത്രമല്ല, തലച്ചോറുകൊണ്ടും നോക്കുക. ഓരോ തവണയും ഹൃദയം കൊണ്ട് തീരുമാനമെടുക്കുന്നവൻ പലപ്പോഴും പശ്ചാത്തപിക്കുന്നു. സന്തുലിതാവസ്ഥയാണ് ജീവിതത്തിന്റെ യഥാർത്ഥ താക്കോൽ. അവസാനം ചാണക്യന്റെ ഏറ്റവും വലിയ സന്ദേശം നിങ്ങളെത്തന്നെ അറിയുക എന്നതായിരുന്നു. നിങ്ങളുടെ ശക്തി തിരിച്ചറിയുക, നിങ്ങളുടെ ബലഹീനതകൾ തിരുത്തുക. ലോകത്തെ മാറ്റുന്നതിനു മുമ്പ് നിങ്ങളെത്തന്നെ മാറ്റുക. സ്വയം വിജയിക്കുന്നവനെ ഒരു ബാഹ്യശത്രുവിനും പരാജയപ്പെടുത്താൻ കഴിയില്ല.